നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നാരദൻ മഹാവിഷ്ണുവിനോട് ചോദിച്ചു, ഭഗവാനെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ ആരാണ് എന്ന്. നാരദൻ്റെ വിചാരം എന്തായാലും ഭഗവാൻ എൻ്റെ പേര് തന്നെയാവുള്ളൂ പറയാമെന്നാണ് നാരദൻ വിചാരിച്ചത്. പക്ഷേ ഭഗവാൻ പറഞ്ഞത് അങ്ങനെയല്ല കേട്ടോ. എന്താ പറഞ്ഞതെന്നറിയോ? ഭൂമിയിൽ ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കും. നാരദന് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ആ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ട്. ആ കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നീ പോയി നോക്കിയാൽ മതി, അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ എന്ന്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ ആരാണ്? ആ ഗ്രാമത്തിലെ കൃഷിക്കാരനാണെന്ന്. അപ്പം നാരദൻ വിചാരിക്കും, ഇത്രയധികം ഞാൻ ഭഗവാനെ എന്നും നാമം ചൊല്ലി നടന്നിട്ടും എന്താ എൻ്റെ പേര് പറയാണ്ട് അയാളുടെ പേര് പറഞ്ഞത് എന്നറിയാനായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകും. അദ്ദേഹത്തെ, ആ കൃഷിക്കാരനെ ഒന്ന് കാണണമല്ലോ. ഇത്ര വലിയ ഭക്തനാണ്, അല്ലെങ്കിൽ ഇത്ര വലിയ ഇഷ്ടപ്പെട്ട ഭക്തനാണ് എങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നാരദൻ ഭൂമിയിലേക്ക് വരും. ഭൂമിയിൽ വന്ന് ഭഗവാൻ പറഞ്ഞ അതേ വഴി കൂടെ ഒക്കെ പോയി അങ്ങനെ ആ വീട് കണ്ടുപിടിക്കും. ആ വീട് കണ്ടുപിടിച്ചിട്ട് നോക്കുമ്പോൾ അവിടുത്തെ ഭക്തനെ കണ്ടുവിട്ടു. അപ്പോൾ ഒരു ദിവസം മുഴുവനും ആ ഭക്തനെ നിരീക്ഷിക്കുകയാണ് നാരദൻ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നാരദൻ ഒളിച്ചിരുന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ. ആ കൃഷിക്കാരൻ രാവിലെ നേരത്തെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്കും അറിയാലോ, വലത്തോറം തിരിഞ്ഞ് എണീക്കണം. എണീറ്റിട്ട് ഇത്തിരി നേരം കണ്ണടച്ചിരുന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വന്ന് കാലും മുഖമൊക്കെ പല്ല് തേപ്പാദികളായിട്ടുള്ള എല്ലാ പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ അടുക്കളയിൽ വന്ന് ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ കട്ടൻ കാപ്പിയോ കുടിച്ച്, അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ പുറത്ത് അടുപ്പത്ത് തവിടൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് കൃഷി ചെയ്യാനായിട്ട് ഉഴാൻ പോകണമല്ലോ, കൊണ്ടുപോകണ്ടേ കാളകൾക്ക് കൊടുക്കാനുള്ള തവിട് എന്ന് പറഞ്ഞാൽ അറിയോ എന്താ തവിടെന്ന് വെച്ചാൽ? നെല്ല് നമുക്ക് അരി കിട്ടും. നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള അരി ഉണ്ടല്ലോ, അരി നെല്ലിൻ്റെ ഉള്ളിലത്തെ അല്ലേ? ആ നെല്ലിൻ്റെ ഉമി കളഞ്ഞാൽ ഉമിയുടെ ഉള്ളിൽ അരിമ പിടിച്ചിരിക്കുന്ന ഒരു ചുമന്ന ഒരു കളറില്ലേ, അതാണ് തവിട് എന്ന് പറഞ്ഞാൽ. ആ തവിടിന് നമ്മൾ ഇങ്ങനെ മില്ലിൽ കൊണ്ടുപോയി കുത്തിയാൽ തവിട് വേർപെട്ട് കിട്ടും, ഒരു വെളുത്ത അരി കിട്ടും. ഇപ്പം പറയണ ആ തവിട് നമ്മൾ കഴിക്കണം എന്നാണ് പറയണത്. തവിടിന് നല്ല പോഷകമുണ്ട്. ഈ തവിടെടുത്ത് അടുപ്പത്തിട്ട് തിളപ്പിച്ച്, നല്ല ശക്തി കിട്ടുന്ന സാധനമാണ് തവിട്. വെള്ളത്തിലിട്ട് അടുപ്പത്ത് കലത്തിൽ വെച്ച് തിളപ്പിച്ചിട്ട് അതെങ്ങനെ കുടിക്കാൻ പാകത്തിന് ചൂടാക്കിയിട്ട് കാളത്തൊട്ടിയിൽ ഒഴിച്ചു വയ്ക്കും. ഇത് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കലക്കി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കാളകൾക്ക് കുടിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോഴേക്കും കൃഷിക്കാരൻ പോയിട്ട് വേഗം കാളകളെ അഴിച്ചു കൊണ്ടുവന്ന് അവർക്ക് വയറ് നിറച്ച് കുടിക്കാൻ കൊടുക്കും. അത് കുടി കഴിഞ്ഞിട്ട് കൃഷിക്കാരൻ ഈ കാളകളെയും കൊണ്ട് പാടത്തേക്ക് പോകും. അപ്പോൾ പാടത്താണെങ്കിൽ നമുക്ക് കൃഷി ഇറക്കാറായിട്ടുണ്ടേ. അപ്പോൾ അവിടെ ഉഴണം. ആദ്യം തന്നെ ഉഴാനായിട്ട് എങ്ങനെയാണ് ഉഴാന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ പറഞ്ഞു തരാം. കാള കണ്ടുണ്ടോ നിങ്ങൾ? കാളാന്ന് വെച്ചാൽ എന്താ, ഞങ്ങൾ മൂരിന്നൊക്കെ പറയാം കേട്ടോ. മൂരികളെ കൊണ്ട് പോകാമെന്നാണ് പറയുക, കാള അതൊന്നുമല്ല പറയുക. മൂരികളെയും കൊണ്ട് കൃഷിക്കാരൻ അങ്ങനെ പോയി ഉഴാൻ കൊണ്ടുപോകും. ഒരു 10 മണി 9 മണി വരെ ഉഴുതു വരുമ്പോഴേക്കും ഭാര്യ കഞ്ഞി കൊണ്ടുവരും, അത് കുടിക്കും. വീണ്ടും ഉഴും. 12 മണി വരെ വീണ്ടും ഉഴുമ്പോഴേക്കും അയാൾക്കും വയ്യാണ്ടായിട്ടുണ്ടാവും, കാളകൾക്കും വയ്യാണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അന്നത്തെ പണി അവിടെ വെച്ച് നിർത്തും. എന്നിട്ട് അവർ കാളകളെ മേലൊക്കെ നിറയെ ചേറായിട്ടുണ്ടാവും, കൃഷിക്കാരൻ്റെ മേത്തും ചേറായിട്ടുണ്ടാവും. നേരെ ഈ കൃഷിക്കാരൻ വന്നിട്ട് കാളകളെയൊക്കെ കുളിപ്പിച്ച് പുഴയിലോ തോട്ടിലൊക്കെ കൊണ്ടുപോയി അവരെ കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അയാളും കുളിക്കും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് വൈക്കോലൊക്കെ തിന്നാട്ട് കൊടുത്തിട്ട് അപ്പോൾ അവർ തിന്ന് വയറ് നിറയ്ക്കും. അത് കഴിഞ്ഞിട്ട് കൃഷിക്കാരൻ ഊണ് കഴിക്കും. ഊണ് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. കാളകളും റെസ്റ്റ് എടുക്കും, കൃഷിക്കാരന് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് 3 മണിയാകുമ്പോഴേക്കും കൃഷിക്കാരൻ വേഗം എഴുന്നേറ്റിട്ട് വീണ്ടും കാളകളെ കഴിച്ച് പുല്ല് തിറ്റാൻ കൊണ്ടുപോകും. അപ്പോൾ വയറ് നിറയെ പുല്ല് തീറ്റും. വൈകുന്നേരത്തിന് മുമ്പ്, വിളക്ക് കൊളുത്തുന്നതിനേക്കാളും മുമ്പായിട്ട് കാളകളുടെ വയറൊക്കെ നിറച്ചിട്ട് തൊഴുത്തിൽ കൊണ്ട് കെട്ടും. ഇത് കൃഷിക്കാരൻ വന്ന് ഒന്ന് കുളിക്കും, മേല് കഴുകുകയോ കുളിക്കുകയൊക്കെ ചെയ്തിട്ട് സന്ധ്യയായിട്ട് വിളക്ക് കൊളുത്തിയപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് ഭസ്മം എടുത്തിട്ട് പടിഞ്ഞാട്ടോട് തിരിഞ്ഞു നിന്നിട്ട് സൂര്യനെ തൊഴുത്
ഭസ്മം തൊട്ട് സൂര്യനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഭഗവാനേ നാരായണ 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 എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ശരിക്കും മനസ്സിൽ തട്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒരു വട്ടം പ്രാർത്ഥിച്ചു, വൈകുന്നേരം ഒരു വട്ടം പ്രാർത്ഥിച്ചു. അപ്പോൾ കൃഷിക്കാരൻ്റെ നാമം ചൊല്ലൽ കഴിഞ്ഞു. ആ കൃഷിക്കാരനെ അത്രേ ഭഗവാനെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴേ ഇത്രയേ ഉള്ളൂ അല്ലേ നമ്മുടെ കൃഷിക്കാരൻ ചെയ്യണുള്ളൂ അല്ലേ എന്ന് നാരദന് തോന്നി. ഇയാളോടാണോ നമ്മുടെ ഭഗവാന് കൂടുതൽ ഇഷ്ടം? ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങണ വരെ നാരായണാന്ന് ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കണ എന്നോടല്ല ഇഷ്ടമെന്ന്. അപ്പോൾ നാരദൻ്റെ വിഷമവും. അപ്പോൾ നാരദൻ്റെ വിഷമം ഭഗവാൻ കണ്ടു കേട്ടോ. ഭഗവാൻ ചോദിച്ചു, നീ കണ്ടില്ലേ എൻ്റെ ഭക്തനെ എന്ന് വയ്ക്കും. ഓ കണ്ടു കണ്ടു എന്നറിയും. നിനക്കെന്താ വിശ്വാസം വന്നില്ലേ എന്ന് വെച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാൻ നിനക്ക് ഒരു വിളക്ക് തരാം, ഒരു വലിയ വിളക്ക്. അതിൽ നിറയെ എണ്ണ ഒഴിച്ചു. ആ വിളക്കിൽ നിറയെ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് നമുക്കറിയാലോ വിളക്ക്, നിലവിളക്ക് നിറച്ചെന്ന് വെച്ചാൽ ഫുള്ള് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ചു. ഈ എണ്ണ ഒരു തുള്ളി പോലും താഴെ വീഴാതെ നീ എൻ്റെ ചുറ്റും, ഈ ലോകത്തിൽ, ഞാൻ എന്ന് വെച്ചാൽ ലോകമാണല്ലോ, ഈ എല്ലാ ലോകവും പ്രദക്ഷിണം ചെയ്യുന്ന ആളല്ലേ നീ, ഈ ലോകത്തിന് ചുറ്റും ഒരു വട്ടം പ്രദക്ഷിണം ചെയ്തിട്ട് വരൂ എന്ന് പറയും. അതായത് ഭഗവാനെ ഒരു വട്ടം പ്രദക്ഷിണം വിളക്ക് പിടിച്ചിട്ട്, നിറയെ എണ്ണയാണ് കേട്ടോ, നിറച്ച് ഫുൾ ഇങ്ങനെ വരാൻ പറയും. അതിനെന്താ ഞാൻ വരാലോ എന്ന് വെച്ച് വേഗം നാരദൻ ഈ എണ്ണ നിറച്ചുള്ള വിളക്കെടുത്തിട്ട് ഇതങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ കൊണ്ടുപോയി അറ്റം വരെത്തി തിരിച്ച് റൗണ്ടടിച്ച് ഇവിടെ കൊണ്ടുവച്ചു. ഒരു തുള്ളി എണ്ണ പോലും താഴ്ത്തു പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഭഗവാൻ ചോദിച്ചു, നാരദ നീ ഇത് കൊണ്ടുപോകുന്ന അത്രയും സമയത്ത് എത്ര വട്ടം നാരായണ നാമം ജപിച്ചു എന്ന് ചോദിച്ചു. അപ്പം നാരദൻ പറഞ്ഞു, ഒറ്റ പ്രാവശ്യം ജപിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഫുള്ളായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നാരായണ മന്ത്രം ജപിക്കാനുള്ള സമയം ഒട്ടും പറ്റില്ല. അത് തന്നെയാണ് ആ കർഷകനും ചെയ്തിട്ടുള്ളൂ. അയാളുടെ ഡ്യൂട്ടിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭഗവാനെ വിളിച്ചു, വൈകുന്നേരം പണികൾ കഴിഞ്ഞിട്ടും ഭഗവാനെ വിളിച്ചു. അതിനിടയ്ക്കുള്ള എല്ലാ സമയവും അദ്ദേഹത്തിൻ്റെ ജോലികളിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിക്കാതിരുന്നത്. മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്ന ആ കർമ്മം ഉണ്ടല്ലോ, ഈ കർമ്മം അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കും ഈ ലോകത്തിലുള്ള മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം കർമ്മം ചെയ്തത്. ആ നെല്ല് മുഴുവൻ അയാൾ തിന്നോ? ഇല്ല. ആ നെല്ലിൻ്റെ ചോറ് മുഴുവൻ അയാൾ ഉണ്ണോ? ഇല്ല. അയാൾ വീട്ടുകാർ കഴിക്കും? ഇല്ല. അതാണ് പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണമായിട്ട്, അല്ലെ പശുക്കൾക്ക് തവിടായിട്ടും, അല്ലേ, അതുപോലെ മനുഷ്യർക്ക് അരിയായിട്ടും ഒക്കെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ലോകോപകാരകമായിട്ടുള്ള പ്രവർത്തികളിലാണ് ആ കർഷകൻ്റെ ഫുൾ ടൈമുള്ള മുഴുവൻ സമയത്തുമുള്ള ചിന്ത. ആ സമയത്ത് എന്നെ വിളിച്ചില്ല, കുഴപ്പമില്ല. അത് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒഴിവ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തനെന്ന്. അപ്പം നാരദന് കാര്യം മനസ്സിലായി. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ ആവശ്യമില്ലാണ്ട് വിളിക്കൊന്നും വേണ്ട. നമ്മളുടെ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് കൃത്യമായിട്ട് നിർവഹിച്ചതിന് ശേഷം ഭഗവാനെ വിളിച്ചാൽ മതി. ഭഗവാൻ കേൾക്കും ഉറപ്പായിട്ടും. അപ്പോൾ വിളിക്കുന്ന വിളിയുണ്ടല്ലോ നല്ല ഭക്തിയോട് കൂടിയായിരിക്കും. വെറുതെ നാരായണ നാരായണ എന്ന് പറയല്ല, ഭഗവാനെ ഇന്നത്തെ ദിവസം നന്നായിരിക്കണേ, എൻ്റെ എല്ലാ പണികളിലും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണേ എന്ന് രാവിലെയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്, ആ പണികളിലൊക്കെ എനിക്ക് നല്ല വിളവും നല്ല ഇതൊക്കെ തരണേ, നല്ല ഫലങ്ങൾ തരണേ എന്ന് അപ്പോഴും വ്യക്തമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ഈ നല്ല ദിവസത്തിൽ നന്ദി പറയുകയാണ്. എൻ്റെ കാളുകൾക്കൊന്നും അസുഖമില്ലാണ്ട്, എനിക്കും അസുഖമില്ലാണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചില്ലേ, എനിക്കതൊക്കെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ സാധിച്ചു, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് ഭഗവാൻ ഇഷ്ടം. ഇങ്ങനെയുണ്ട് കഥ. ഇഷ്ടമായോ? ഓക്കെ, കുട്ടിക്കാണിട്ട് പറഞ്ഞോർത്ത എൻ്റെ മോൾക്ക്. ഓക്കെ, ഇഷ്ടമായെങ്കിൽ
ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കേ.